നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ നിലയ്ക്ക് ഞാൻ പോയി എന്തെങ്കിലും പറഞ്ഞാൽ ഗുണത്തെക്കാൾ അധികം ദോഷമായിരിക്കും ഫലം. അത് മല്ലി ആന്റി പറയണ്ട, ഞാൻ പറഞ്ഞോളാം. അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് പറയിക്കാം. എത്രയും വേഗം വേണം. എത്ര നേരത്തെ അവരെയും കൂട്ടി മടങ്ങിപ്പോനാവുന്നോ അത്രയും നല്ലത്. സന്ദീപ് വന്നില്ലേ? ഇല്ലമ്മേ, അവൻ ഇതുവരെ വന്നില്ല. ഇവിടുത്തെ സംസാരമൊക്കെ അമ്മയും കേട്ടതല്ലേ? തനിച്ചു പോകുന്നതിനെ കുറിച്ചല്ലേ? മറ്റുള്ളവര് പറയുന്നതിലും ഒരു സത്യമുണ്ട് ശ്രീകളെ. ഞാനോ വർഷയോ ഇങ്ങനെ മാറി നിന്നാ അവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നീ അവിടെ ഇല്ലെങ്കിൽ പ്രശ്നം തന്നെയാ. തമ്പി പറയുന്നതാ അതിന്റെ ഒരു ശരി. അമ്മേ, അതൊക്കെ എനിക്കും ബോധ്യമുള്ള കാര്യം. പക്ഷേ അവനെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എങ്ങനെ പോകുന്ന വിചാരോ എനിക്ക്. പോയില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണമ്മേ. എനിക്കൊരു വഴി തോന്നുന്നു. എന്താ അമ്മേ? നമുക്ക് ആ വിദ്യാമ്മയൊന്ന് പോയി കണ്ടാലോ? സന്ദീപിനെ അവർക്ക് അറിയാലോ. അവനുമായി ബന്ധപ്പെട്ടൊരു വിഷയമല്ലേ. അവരൊരു പരിഹാരം പറയാതിരിക്കൂ. അതൊരു നല്ല കാര്യം അമ്മേ, നല്ല ആലോചനയാ. അവര് അമ്പലത്തിൽ തന്നെ കാണുമായിരിക്കും അല്ലേ? ആ, മിക്കവാറും അമ്പലത്തിൽ തന്നെ കാണുമെന്നല്ലേ സന്ദീപ് പറഞ്ഞത്. ആ അമ്മേ, നമ്മളായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് മടങ്ങുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനൊരാളിന്റെ ഉപദേശം അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതാ. ഒന്നുമില്ലെങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും മനസമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമല്ലോ. എന്നും ദേവിക്ക് ചേർത്താനായിട്ട് പൂ കെട്ടി കൊടുക്കുവോ? എല്ലാ പൂക്കടക്കാരും ഇങ്ങനെ തന്നെയാണോ? അപ്പോ പൂക്കടക്കാരിൽ ദേവൂട്ടി മാത്രമാണോ എന്നും ദേവിക്ക് പുഷ്പം സമർപ്പിക്കുന്നത്? ഓ, അങ്ങനെ കൊടുക്കുമ്പോ കുട്ടിക്ക് സന്തോഷം ഉണ്ടാവുന്നു എന്നല്ലേ? ആ, ദേവിയെ അത്രയ്ക്കിഷ്ടാണോ കുട്ടിക്ക്? അവനവനേക്കാൾ അമ്മയെ സ്നേഹിക്കുന്ന ദേവൂട്ടിക്ക് അതിൽ പകുതി സ്നേഹം എന്നോടുണ്ടാവുമോ? ഒരേ ഒരു മറുപടി, നല്ലോണം ആലോചിച്ച് ഉറപ്പിച്ച് മാറ്റില്ലാത്തൊരു മറുപടി. കാണുന്നില്ലല്ലോ അമ്മേ. കാണും, ഇവിടെ എവിടെയെങ്കിലും കാണും. നമുക്ക് പോയൊന്ന് നോക്കാം. ചിലപ്പോ അവരിന്ന് വന്നിട്ടുണ്ടാവില്ല. നമുക്ക് നടയിലേക്ക് പോയി നോക്കാം. അമ്മേ, ഒരു നിശ്ചയവും ഇല്ലാതെ ഇവിടെ നിൽക്കാൻ എനിക്കാവില്ല. മടങ്ങിപ്പോയേ തീരൂ. എനിക്കൊപ്പം വരാൻ കൂട്ടാക്കാതെ ഇവിടെ നിൽക്ക എന്റെ മകൻ. അവനെ അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിച്ചു പോകേണ്ടി വരും.